കേരളോത്സവത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുക, കുറ്റക്കാർക്ക് ഒത്താശ പാടിയ മണിയൂർ പഞ്ചായത്ത് ഭരണസമിതിയെ പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മണിയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് UDYF റവല്യൂഷണറി യൂത്ത് മണിയൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തം. ഓഫീസ് ഗേറ്റിന് പുറത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത ഉള്ളിൽ കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് വാക്കേറ്റത്തിനും നേരിയ സംഘർഷത്തിനും ഇടയാക്കി. നമുക്ക് എല്ലാവർക്കും മക്കളില്ലേ, നമുക്ക് എല്ലാവർക്കും വിദ്യാർത്ഥിനികളുമില്ലേ, അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട പഞ്ചായത്ത്, സ്ത്രീപക്ഷം ജനപക്ഷം എന്ന് പറഞ്ഞു നടക്കുന്ന പഞ്ചായത്ത്, പെൺകുട്ടികൾക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്കായിക്കോട്ടെ, എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇവിടെ നിന്ന് അത് മധ്യസ്ഥമാക്കിയത്? അവര് സംരക്ഷണം കൊടുക്കേണ്ട ആൾക്കാരല്ലേ? ഈ പഞ്ചായത്ത് എങ്ങനെയാണ് നമ്മുടെ മണിയൂർ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളെ സംരക്ഷണം കൊടുക്കുക? കൃത്യമായ രീതിയിൽ ഇതുപോലൊരു കേസ് അറിഞ്ഞാൽ ആദ്യം തന്നെ നിയമപരമായി അറിയിക്കേണ്ട പ്രസിഡന്റാണ്, നിയമത്തിനെ വഴിക്ക് അറിയിക്കേണ്ട പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു ഒതുക്കി തീർക്കലിന് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയട്ടെ, തികഞ്ഞ പ്രസിഡന്റ് ആയിക്കോട്ടെ ഭരണസമിതി ആയിക്കോട്ടെ, തികഞ്ഞ ജനാധിപത്യ അല്ലെങ്കിൽ അവരുടെ റൂളിന്റെ അവരുടെ നിയമത്തിന്റെ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കും വരെ ഈ പ്രതിഷേധം UDYF-ന്റെ RMBA നേതൃത്വത്തിൽ തുടരുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇതിന്റെ ഭാഗമായി ഈ ഒരു വിഷയം വന്നപ്പോൾ മറ്റു പല വിഷയങ്ങളുടെയും സൂചനകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം ഒതുക്കി തീർത്തതായിട്ടുള്ള സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യമാത്ര പ്രധാനമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട പ്രസിഡന്റ് അഷ്റഫെ, ഒറ്റ കാര്യം മാത്രം പറഞ്ഞേക്കാം, വീട്ടിന് വെളിയിലേക്ക് നിങ്ങൾ ഇറക്കാണ്ടിരിക്കാനുള്ള പ്രവർത്തനം UDYF-ഉം റവല്യൂഷണറി യൂത്തും ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകാരികമായിട്ടാണ് UDYF-ന്റെയും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവാക്കൾ ഇന്ന് ഇവിടെ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോടാണ് ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പച്ച ബുക്കുണ്ട്. 1994 പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നടത്തേണ്ട നിയമങ്ങളും ചട്ടങ്ങളെ കുറിച്ചൊരു ആക്ട് പറയുന്നുണ്ട്. ആ ആക്ട് വായിച്ചു നോക്കാതെ ഈ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും റവല്യൂഷണറി യുവാക്കളുടെയും ആളുകൾ കയറി ചെല്ലരുത് എന്ന് നോട്ടീസ് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ആ ആക്ട് ഒന്ന് വായിച്ച് അതിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫിന് നോട്ടീസ് കൊടുക്കുന്നതിന് പകരം ഇവിടെയുള്ള സമരക്കാർക്ക് നോട്ടീസ് കൊടുത്താൽ ഈ ഓഫീസിലേക്ക് കയറില്ല എന്ന് ഏതെങ്കിലും യജമാനന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ മാർച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കടന്നിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കം ആർക്കും വേണ്ട. ഞങ്ങൾക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്,
CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഓഫീസാക്കി ഈ പഞ്ചായത്ത് ഓഫീസ് മാറ്റാൻ പാടില്ല. നിങ്ങൾ അവിടുന്ന് മധ്യസ്ഥം പറഞ്ഞോ, നിങ്ങൾ പീഡനം തീവ്രത ഉള്ളതോ തീവ്രത ഇല്ലാത്തതോ ഇനിയിപ്പോ അതിന്റെ മേലെയുള്ളതോ അതൊക്കെ നിങ്ങൾ അവിടെ നടന്നോ. പക്ഷെ പഞ്ചായത്ത് ഓഫീസ് നടക്കുന്നത് ഇവിടെയുള്ള മണിയുള്ള സാധാരണക്കാരായ നികുതി പണം ഉപയോഗിച്ചാണ്. അതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി പ്രവർത്തിക്കുന്ന ശമ്പളം വാങ്ങുന്നത് ഞങ്ങളുടെ പൈസക്കാണോ? നിങ്ങൾക്ക് ഇവിടെ CPM-ന്റെ അവര് തമ്മിലുള്ള കണക്ക് കൊടുക്കൽ തീർക്കേണ്ട സ്ഥലമല്ല ഇത്. അവിടെ ഒരു പിഞ്ചുകുട്ടി ഒരു പരാതിയുമായി വന്നാൽ അത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ വട്ടമിട്ട് സമ്മേളനം നടത്തി അവിടെ ഒത്തുതീർപ്പാക്കലല്ല വേണ്ടത്. എനിക്ക് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാനുള്ളത്, സെക്രട്ടറിയോട് പറയാനുള്ളത്, ഈ പച്ച ബുക്കിൽ 720 ഒരു പേജിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. കുറെ കാലം മെമ്പറും ജനപ്രതിയും അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥനൊക്കെ ഇരുന്നല്ലേ. അതില് ഒരു ഭരണസമിതിയിലെ അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളൊക്കെ സാധാരണ നിലയിൽ പാലിക്കേണ്ടതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലിംഗം, മതം, ജാതി, രാഷ്ട്രീയം, പ്രാദേശികം ഇതൊന്നും ഒരു സ്വാധീനത്തിന് വഴങ്ങി ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. TK അഷ്റഫ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ഇവിടെ ചെയ്തിരിക്കുന്നത് ആ നിയമത്തിൽ ലംഘിച്ചുകൊണ്ടാണ്. അതോടുകൂടി തന്നെ TK അഷ്റഫിന്റെ അംഗത്വം റദ്ദ് ചെയ്യണമെന്നാണ് UDYF ആവശ്യപ്പെടാനുള്ളത്. ആ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു സമരമായി ഇത് അവസാനിക്കില്ല. നിങ്ങൾക്ക് ഇവിടെ പോലീസുകാരോട് സംസാരിക്കാനുള്ളത്, എന്റെ ഈ ഇതിന് അധ്യക്ഷം വഹിച്ച വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ബോംബ് പറഞ്ഞിരുന്നു. ആ പ്രതികളെ ഇവർക്കറിയാം. എന്നോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ആ പ്രതിയല്ല എന്ന് ഉറപ്പിക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്താൽ അവനാണെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ഞാൻ കുടുങ്ങല്ലോ. എടാ, ഉളുപ്പുണ്ടോ കാക്കിയിട്ട് നടക്കാൻ? ഉളുപ്പുണ്ടോ? ഒരു ബോംബ് എറിഞ്ഞ കേസിലെ പ്രതിയെ പിടിക്കാൻ ഓൻ അഥവാ അറസ്റ്റ് ചെയ്താൽ ആത്മഹത്യ ചെയ്യോ എന്ന് പറയാൻ ആ തരത്തിലേക്ക് പോലീസ് സംവിധാനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലേ? അതേപോലെ നിങ്ങൾ ഇത് ഈ കേസ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, ആ പെൺകുട്ടിക്ക് ആർജവമുണ്ട്, ആ രക്ഷിതാവിന് ആർജവമുണ്ട്. ആ രക്ഷിതാവ് പറഞ്ഞത്, എന്റെ മോളെ മാനമാണ് വലുത്, പാർട്ടിയല്ല, അതിന്റെ കൂടെയാണ് ഞങ്ങൾ. അങ്ങനെ ആയിരിക്കണം. ആ തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം കൃത്യമായി പറയുന്നു. നേരത്തെ അധ്യക്ഷൻ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇവിടെ പോലീസ് പറയുന്നത് ഇതിനുള്ളിൽ കയറിയ സംഘർഷം ഉണ്ടാവുന്ന ഞങ്ങളെ മുമ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പോയത്. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഞങ്ങൾ അയാൾക്ക് വ്യക്തിപരമായിട്ടൊന്നും അയാളെ ഞങ്ങൾ ആക്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പണി ചെയ്യാൻ പാടില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് എന്തോ ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളെ നികുതി പണം ഉപയോഗിച്ച് അയാൾ ഓണറേറിയം വാങ്ങുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ വോട്ട് വാങ്ങി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ചട്ടത്തിനും നിയമത്തിനും അനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ സെക്രട്ടറി അയോഗ്യനാക്കാനുള്ള നോട്ടീസാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് സമരക്കാർക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കൊണ്ട് ആ പണി ചെയ്യിക്കുന്നവർ ഞങ്ങൾക്കറിയാം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു നാടിന്റെ സംസ്കാരത്തെയും ആ നാട്ടിലുള്ള ആളുകളുടെ കഴിവുകളെയും ഒക്കെ ആഘോഷിക്കുന്ന വേദിയാണ് യഥാർത്ഥത്തിൽ കേരളോത്സവം എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഒരു കല ആഘോഷിക്കാൻ വേണ്ടി വേദി ഉണ്ടാക്കുകയും ആ വേദിയിൽ ഒരു 16 വയസ്സുകാരിയുടെ ആത്മാഭിമാനത്തിനെ ചവിട്ടിക്കളയുന്ന രീതിയിലേക്ക് ഒരു പഞ്ചായത്ത് ഭരണകൂടം മാറി എന്നുള്ള ലജ്ജാകരമായിട്ടുള്ള കാര്യം ഈ നാട്ടിലുള്ള ആളുകളുടെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാവുന്നത്? അതിന് കൂട്ടുനിന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ വാക്കുകൾ കിട്ടാത്തത്? ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ചുറ്റുവട്ടത്താണ് അല്ലെങ്കിൽ ഇതിനകത്താണ് കേരളോത്സവത്തിലെ പരിപാടി നടന്നത്. ആ പരിപാടി സ്വന്തം ഓഫീസിൽ വെച്ച് നടക്കുക എന്ന് പറയുമ്പം ഈ മണിയൂർ പഞ്ചായത്തിലെ മറ്റേത് സ്ഥാപനത്തിലും മറ്റേത് ബിൽഡിങ്ങിലും നടക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം ഇവിടേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കും ഇവിടേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിനെയെല്ലാം അപ്പാടെ നിരാശമാക്കുന്ന, അപ്പാടെ ഇല്ലാതാക്കുന്ന നടപടിയാണ്
ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ ആരാണ് ഈ പഞ്ചായത്തിനെ ഭരിക്കുന്ന ആളുകൾ എന്നുള്ളത്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അവരെ കാക്കേണ്ട, അവർക്ക് സംരക്ഷണം നൽകേണ്ട, അവർക്ക് സൗകര്യം ഒരുക്കേണ്ട, അവർക്ക് ഗവൺമെന്റിന്റെ പദ്ധതികൾ എത്തിക്കേണ്ട, അവർക്ക് എല്ലാ രൂപത്തിലും പിന്തുണ നൽകേണ്ട ആളുകളാണ് ഈ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത്. അതിന് നേരെ വിപരീതമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഖേദകരമായി ലജ്ജകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. CPM-കാര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. കഴിഞ്ഞ തവണയും അതിനു മുമ്പൊക്കെ അധികാരത്തിൽ വരുമ്പോ അവര് പറഞ്ഞത് ഞങ്ങള് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്ന ആളുകളാണെന്നാ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസമാണ് കൂത്തുപറമ്പിൽ ഒരു CPM വാർഡ് മെമ്പർ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തൊട്ടടുത്ത പ്രദേശമാണ് കൂത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പാലത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലം. അധികം ദൂരമില്ല ഇവിടുന്ന്. കൊറോണയുടെ സമയത്ത് ഒരു പെൺകുട്ടി അതിക്രൂരമായി തന്നെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും ആ അധ്യാപകൻ RSS-കാരനാണ് എന്നും തുറന്നു പറഞ്ഞിട്ട് ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തിട്ടുള്ള കേരള പോലീസും CPM-കാരുടെയും കഥ ഈ നാട്ടുകാർക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. CPM-കാരെ എപ്പോഴൊക്കെയാണ് തങ്ങള് സ്ത്രീ വിമോചകരാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആളുകളാണ് എന്ന് പറയുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. തങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്ന ആളുകളായിട്ട് ഏതൊക്കെ ഘട്ടത്തിൽ നിങ്ങൾ ഈ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ അപ്പൊ മാത്രമാണ് ഈ വിലാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസം നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ CPM-ൽ തന്നെ പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്കുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നിരാശയോടെ മടങ്ങേണ്ട ഒരുപാട് സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. പെറ്റിട്ട കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുള്ള ആളുകള് CPM-കാരാണ് എന്നുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് മണിയൂർ പഞ്ചായത്തിലുള്ള ഈ ഭരണസമിതിയോടും ഇവിടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകളോടും ഒരു കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഭരണത്തിന്റെ ഹൂക്ക് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ കയ്യിലുള്ള അധികാരം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനെ ന്യായീകരിച്ചുകൊണ്ട് അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ കൂട്ടുനിന്നുകൊണ്ട് പ്രതികളോട് കൂട്ടുനിന്നുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഈ നാടിന്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച പരിക്കാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ഒരിക്കലും നിങ്ങളെ ഈ വഴിയിലൂടെ നടന്നു പോകാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള യുവജന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും RNP-യുടെയും ആളുകൾ ശക്തമായിട്ട് തെരുവിലേക്ക് ഇറങ്ങണം. ഈ വഴിയിലൂടെ ഒരിക്കലും പീഡന വീരനായിട്ട് ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ കടന്നു പോവാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും പിടിച്ചുകൊണ്ട് പോലീസിന്റെ കയ്യിലേൽപ്പിക്കുക എന്നുള്ള പണി മാത്രമല്ല ഇവിടെ ഭരിക്കുന്നത് CPM ആണ് എന്നും ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇരിക്കുന്നത് കേരളത്തിലെ പോലീസ് അല്ല CPM-ന്റെ ഭടന്മാരാണ് എന്നുള്ള രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നുള്ള സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ആളുകളോട് നീതി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ആളുകളോട് കേരളത്തിലെ പോലീസ് എന്താണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവരൊക്കെ വലിയ പരീക്ഷ എഴുതി ഒരുപാട് കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അവരുടെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ പുസ്തകം എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ നാട്ടിലുള്ള ജനങ്ങൾ ചോദിക്കുന്നത് നീതിയാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.
പിന്നെ ഈ 15 വയസ്സുകാരി, ഒരു 15 വയസ്സുകാരി മിടുക്കിയായിട്ടുള്ള തന്റെ കഴിവുകളൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവാർഡുകൾ, സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനിടയിലാണ് നമ്മളൊക്കെ വളരെയധികം നടുക്കിയിട്ടുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. ആ പെൺകുട്ടിയുടെ പിന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന്, ആ പെൺകുട്ടിയെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരു നല്ല കലാകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കഴിവുറ്റ ഒരു പെൺകുട്ടിയായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപൂർണമായിട്ടുള്ള പിന്തുണ എന്റെയും എന്റെ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇത്തരം ഒരു വിഷയത്തിൽ വന്ന് സംസാരിക്കേണ്ടി വരികയും പ്രതിഷേധത്തിൽ പങ്കെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് തന്നെ വളരെ വേദനാജനകമാണ്. കാരണം ഒരു കേരളോത്സവം പോലുള്ള ഒരു പരിപാടികളിൽ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് നന്നായി നടത്തേണ്ട ഒരു പരിപാടിയിൽ ഇത്തരം ആഭാസന്മാരെ, മനസ്സിന് വൈകല്യമുള്ള മാനസിക രോഗിയായിട്ടുള്ള ഒരാളെ കൺവീനറാക്കുക, അതും വർഷങ്ങളോളം 25 വർഷത്തോളമായി അയാൾ ചെയർമാനും കൺവീനറുമായി തുടരുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഈ കേരളോത്സവത്തിൽ മാത്രമല്ലാതെ ഇവിടെയുള്ള കുടുംബശ്രീ കലോത്സവങ്ങളിലായാലും കുട്ടികളും സ്ത്രീകളും പങ്കെടുക്കുന്ന മറ്റനവധി കലോത്സവങ്ങളിലും മറ്റു പരിപാടികളിലും ഇയാൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഒത്താശ ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷറഫും ഭരണസമിതി അംഗങ്ങളും തന്നെയാണ് ഇതിനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ആ ആഭാസനെ നിങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടുന്നതും ഇവർ തന്നെയാണ്. അയാൾ ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞു, പക്ഷേ ആ അധ്യാപകൻ എന്ന് വിളിക്കാനുള്ള ഒരു ഇതുപോലും അയാൾക്കില്ല. അധ്യാപക കൂട്ടായ്മക്ക് തന്നെ അയാൾ ഒരു അപമാനമാണെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇത്തരം വൈകല്യമുള്ള ഒരാളെ, ഇത്തരം വിഷയം നടന്നിട്ടും ഒരു കുട്ടി അവളുടെ മനസ്സിനേറ്റ മുറിവ് ഇവിടുത്തെ ജനപ്രതിനിധികളെ അറിയിച്ചു, ഇവിടുത്തെ ഭരണസമിതിയെ അറിയിച്ചു. എന്നിട്ടും അവരെന്താണ് ചെയ്തത്? ആ കുട്ടിയെ കൂടെ വിളിച്ച്, ആ പ്രതിയെ കൂടെ വിളിച്ച്, ഇവരുടെ വീടുകളിലാണെങ്കിൽ പോലും ഇവർ ഇത്തരത്തിൽ തന്നെയാണോ ഈ കുട്ടിയോടും ഈ പ്രതിയോടും കൂടെ പെരുമാറുന്നത്? ഇത്തരം രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ പൊതുവെ ഈ അഷറഫുമാരൊക്കെ ചെയ്യുന്നത് ഇത്തരം ലൈംഗിക അതിക്രമണങ്ങളെയും സ്ത്രീ വിഷയങ്ങളെയും ചെരുപ്പായാണ് കണക്കാക്കുന്നത്. കാരണം പുറത്തു പോകുമ്പോൾ എടുത്തു ധരിക്കുകയും അകത്തു വരുമ്പോൾ പുറത്തഴിച്ചു വെക്കുന്ന രീതിയിലാണ് ഇവർ ഈ വിഷയത്തെ കണക്കാക്കുന്നത്. അത്തരത്തിൽ ഇവരുടെ വീടുകളിലാണ് ഇത്തരം വിഷയങ്ങൾ നടന്നതെങ്കിൽ ഇത്തരത്തിൽ തന്നെയാണോ ഇവരുടെ സമീപനം ഉണ്ടാവുക? എന്താണെന്ന് വെച്ചാൽ, ഇത്തരം പോക്സോ കേസുകൾ നിലവിൽ വരുമ്പോൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു വക്കീലോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ വക്കീലുകൾ ചോദിക്കുന്ന ചോദ്യം അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലേക്ക് മറുപടി കിട്ടുന്ന തരത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കോടതി പോലും വിലക്കാറുണ്ട്. അത്തരത്തിലേക്ക് ചോദ്യങ്ങൾ പാടില്ല, കുട്ടിയെ വിളിച്ചു വരുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഈ ഇവിടെ പഞ്ചായത്തിലേക്ക് തന്നെ ആ കുട്ടിയെയും വിളിച്ചു വരുത്തുക, ആ പ്രതിയെയും വിളിച്ചു വരുത്തി പ്രതിയെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് കുട്ടിയോട് മാപ്പ് പറയുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നത്. എന്തിനാണ് എന്ന് കൂടി പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും നമുക്ക് മറുപടി തരണം. ഇവിടെ ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവിടുത്തെ CCTV പരിശോധിക്കണം. എത്ര വർഷമായോ ആ CCTVയിൽ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് ഹാളിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി കേൾക്കുമ്പോൾ ഈ CCTV പരിശോധിച്ച് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. Charitra Vivag Bridal Collections by Shobhika Weddings.